നിലവിൽ 88 പേരുടെ അംഗബലമുള്ള ഹരിയാന നിയമസഭയിൽ BJP സഖ്യ സർക്കാരിനോ പ്രതിപക്ഷത്തിനോ ഭൂരിപക്ഷമില്ല. പക്ഷേ BJP അധികാരത്തിൽ നിന്നും താഴെ ഇറക്കാൻ കോൺഗ്രസിനൊപ്പം നിൽക്കാമെന്ന് വാക്ക് നൽകിയിരിക്കുന്നു 10 MLA-മാരുള്ള JJP. MN ഖട്ടർ മന്ത്രിസഭയിൽ നിന്നും പുതിയ മന്ത്രിസഭ രൂപീകരിച്ചപ്പോൾ BJPക്കൊപ്പം JJP ഉണ്ടായിരുന്നില്ല. അതിൽ പ്രധാന കാരണം ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ സീറ്റ് വിഭജന ചർച്ചകൾ പരാജയപ്പെട്ടതായിരുന്നു. പിന്നാലെയാണ് BJPയും JJPയും വ്യത്യസ്തമായി തന്നെ 10 സീറ്റുകളിൽ മത്സരിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം എടുക്കുന്നത്. 2019 പോലെ തന്നെ 10ൽ 10 സീറ്റുകളും വിജയിക്കാമെന്നുള്ള പ്രതീക്ഷയാണ് BJPക്കുള്ളത്. പക്ഷേ ഇപ്പോൾ 2019 സാഹചര്യമല്ല ഹരിയാനയിലുള്ളത്. രാജ്യത്ത് BJPക്ക് ഏറ്റവും വെല്ലുവിളിയായിട്ടുള്ള ഏറ്റവും വലിയ തലവേദനകളായിരുന്ന 2 കാരണങ്ങൾ, 2 പ്രധാന വിഷയങ്ങൾ ഹരിയാനയിൽ വലിയ രീതിയിലുള്ള തിരിച്ചടിയാകും. ഒന്ന് കർഷക സമരമാണ്. കഴിഞ്ഞ ദിവസം BJPയിൽ നിന്നും കോൺഗ്രസിനൊപ്പം പിന്തുണ പ്രഖ്യാപിച്ച 3 സ്വതന്ത്ര MLA-മാർ കൂടി പറയുന്നു കർഷകരുടെ വികാരം മാനിച്ചാണ് ഈ തീരുമാനം എന്നുള്ള കാര്യം. ഇന്ത്യ സഖ്യം കർഷകരുടെ പ്രക്ഷോഭം ഉയർത്തിക്കാട്ടിക്കൊണ്ടായിരിക്കും വലിയ രീതിയിൽ പ്രചാരണം നടത്താൻ പോകുന്നത് ഹരിയാനയിൽ. അത് പ്രതികൂലമായി ബാധിക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും BJP ആയിരിക്കും. രണ്ടാമത്തെ കാര്യം ഗുസ്തി താരങ്ങളുടെ സമരമാണ്. ബ്രിജ്ഭൂഷൺ സിംഗിന് സീറ്റ് നൽകാതെ മകന് സീറ്റ് കൊടുത്തതും വലിയ രീതിയിൽ ഗുസ്തി താരങ്ങളെ ചൊടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ വോട്ടുകളെല്ലാം തന്നെ വലിയ രീതിയിൽ ഹരിയാനയിൽ ആ വോട്ടുകൾ ഇന്ത്യ സഖ്യത്തിന് പോകും. ഭരണവിരുദ്ധ വികാരം കൂടി ആകുന്ന സമയത്ത് ജാട്ട് വോട്ടുകളിലും ഒരു വിള്ളൽ BJPക്ക് സംഭവിക്കും. അതിൽ വലിയൊരു പങ്ക് കോൺഗ്രസിലേക്കും ഇന്ത്യ സഖ്യത്തിലേക്കും പോകുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അതിനോടൊപ്പം തന്നെ പറയാൻ സാധിക്കുന്നതാണ് JJP BJPയുടെ വോട്ട് ബാങ്കിൽ വിള്ളൽ വരുത്തുക എന്നുള്ളത്. പ്രത്യേകിച്ചും കുരുക്ഷേത്ര, റോഹ്തക് പോലെ JJPയുടെ ശക്തി കേന്ദ്രങ്ങളുണ്ട്. അവിടെയെല്ലാം തന്നെ ഇത്തരത്തിൽ വിള്ളൽ സംഭവിച്ചു കഴിഞ്ഞാൽ മേൽക്കൈ ഉണ്ടാവുക ഇന്ത്യ സഖ്യത്തിനായിരിക്കും. മറ്റൊന്ന് ഭൂപേന്ദർ സിംഗ് ഹൂഡയാണ്. ഹിന്ദി ഹൃദയഭൂമിയിൽ അഥവാ ഉത്തരേന്ത്യയിലെല്ലാം തന്നെ തന്ത്രങ്ങൾ മെനയാൻ സാധിക്കുന്ന ഏറ്റവും വലിയ തന്ത്രശാലിയായിട്ടുള്ള കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനാണ് അദ്ദേഹം. കൃത്യമായിട്ടുള്ള രീതിയിൽ BJPക്കെതിരെ തന്ത്രങ്ങൾ മെനഞ്ഞ് ഭരണവിരുദ്ധ വികാരം കൂടി ചേർത്ത് വലിയ രീതിയിൽ പ്രചാരണം നടത്തുകയാണെങ്കിൽ അവിടെയും BJPക്ക് വലിയ രീതിയിൽ തന്നെ ഒരു തിരിച്ചടിയാകും. അങ്ങനെ 10ൽ 10 സീറ്റ് എന്നുള്ളൊരു സ്വപ്നം അതിലേക്ക് എത്താൻ വേണ്ടി വലിയ രീതിയിൽ BJPക്ക് പരിശ്രമിക്കേണ്ടി വരും. അവിടെ ഗുണമുണ്ടാവുക തീർച്ചയായിട്ടും ഇന്ത്യ സഖ്യത്തിനായിരിക്കും. അതിനോടൊപ്പം തന്നെ കോൺഗ്രസ് അല്ലെങ്കിൽ പ്രതിപക്ഷം സംസ്ഥാനത്ത് ഭൂരിപക്ഷം തെളിയിച്ചു കഴിഞ്ഞാൽ BJPക്ക് ഹരിയാന എന്ന സംസ്ഥാനം കൂടി നഷ്ടമാകുന്നൊരവസ്ഥയിലേക്ക് എത്തും. അർജുൻ പീതാംബരം വിവരങ്ങളുമായി തുടർന്ന്. അർജുൻ, ഏതരത്തിലാണ് ഈ നീക്കങ്ങൾ? ഇപ്പോൾ അർജുൻ പറഞ്ഞ സാഹചര്യമൊക്കെ ഉണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം സ്വാധീനിച്ചേക്കാവുന്ന പശ്ചാത്തലമാണ് അവിടെയുള്ളത്. അവിടെ ഏതരത്തിലാണ് കാര്യങ്ങൾ? ഉത്തരേന്ത്യയിൽ ഈ ഹരിയാന പൊളിറ്റിക്സ് അത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ടോ വലിയ രീതിയിൽ? തീർച്ചയായിട്ടും വലിയ രീതിയിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. 25-ാം തീയതിയാണ് ഹരിയാനയിലെ ലോക്സഭാ ഇലക്ഷൻ. ഇപ്പോൾ ഇതിനോടകം തന്നെ JJP ഗവർണർക്ക് കത്ത് നൽകിയിരിക്കുന്നു. ഇപ്പോഴത്തെ സർക്കാർ പിരിച്ചുവിടണമെന്നുള്ള കാര്യം ആവശ്യപ്പെട്ട്, അതുപോലെ തന്നെ വിശ്വാസ വോട്ടെടുപ്പ് എടുക്കണമെന്നുള്ള കാര്യം ആവശ്യപ്പെട്ടാണ് ഗവർണർക്ക് കത്തയച്ചിരിക്കുന്നത്. പിന്നാലെ കോൺഗ്രസും ഗവർണറെ കാണാൻ സമയം തേടിയിരിക്കുന്നത്. നേരത്തെ തന്നെ കോൺഗ്രസിൻ്റെ ഒരു ആവശ്യമാണ് ഹരിയാനയിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്നുള്ള കാര്യം. അങ്ങനെ നോക്കുകയാണെങ്കിൽ തന്നെ ഇതിനോടകം ഭൂരിപക്ഷം നഷ്ടപ്പെട്ടിട്ടാണ് ഭരണകക്ഷിയുമുള്ളത്, അതുപോലെ തന്നെ പ്രതിപക്ഷവുമുള്ളത്. നിലവിൽ 42 എന്ന നമ്പറിലേക്ക് BJP സഖ്യ സർക്കാർ എത്തുന്നു. 40 MLA-മാർ BJPക്കൊപ്പമാണ്. ഒന്ന് ഹരിയാന ലോക്ഹിത് പാർട്ടിയും മറ്റൊന്ന് ഒരു സ്വതന്ത്ര MLA-യും കൂടിയാണ്. 35 MLA-മാരുടെ പിന്തുണ അവിടെ പ്രതിപക്ഷത്തിനുണ്ട്. JJPയെ കൂട്ടാതെ തന്നെ ഈ JJP കൂടി വരികയാണെങ്കിൽ കേവല ഭൂരിപക്ഷത്തിന് മുകളിലേക്ക് കോൺഗ്രസ് എത്തും, പ്രതിപക്ഷം എത്തും. BJP സർക്കാരിനെ താഴെയിറക്കാൻ വേണ്ടി തങ്ങൾ കോൺഗ്രസിനൊപ്പം നിൽക്കാൻ തയ്യാറാണ് എന്നുള്ള കാര്യം കൂടി ദുഷ്യന്ത് ചൗട്ടാല പറഞ്ഞ ഒരു സാഹചര്യം കൂടി നിലനിൽക്കെ ഈ വിശ്വാസ വോട്ടെടുപ്പ് വന്നതിൽ തീർച്ചയായിട്ടും അവിടെ BJP സർക്കാർ താഴെ വീഴും. പ്രതിപക്ഷം കോൺഗ്രസിൻ്റെയും JJPയുടെയും പുതിയൊരു സർക്കാർ അവിടെ രൂപീകരിക്കപ്പെടും എന്നുള്ള കാര്യം കൂടി വ്യക്തമാണ്. പക്ഷേ അപ്പോഴും ഇതിനോടകം തന്നെ വന്നിരിക്കുന്ന ചില റിപ്പോർട്ടുകൾ പ്രകാരം JJPയുടെ 4 MLA-മാർ MN ഖട്ടറുമായി, മുൻ ഹരിയാന മുഖ്യമന്ത്രി മനോഹർ ലാൽ ഖട്ടറുമായി ചർച്ചയിലുണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തന്നെ. അതുകൊണ്ട് JJPക്ക് അകത്തു നിന്നും MLA-മാരെ ഇളക്കി BJP സർക്കാരിനോടൊപ്പം നിർത്തുക, ഒപ്പം തന്നെ എന്ത് വില കൊടുത്തും ഹരിയാനയിൽ ഭരണം തുടരുക, ഭരണം വീഴാതെ തന്നെ പിടിച്ചു നിർത്തുക എന്നുള്ള നീക്കത്തിലേക്ക് മുൻപ് പല സംസ്ഥാനങ്ങളിലും കണ്ടതുപോലെ തന്നെ ആ ഒരു നീക്കത്തിലേക്ക് BJP പോയിട്ടുണ്ട് എന്നുള്ളൊരു വാർത്തയാണ് ലഭിച്ചിരുന്നത്. കാരണം നേരത്തെ ഈ MN ഖട്ടറിൻ്റെ മന്ത്രിസഭ രാജിവെച്ച് പിന്നാലെ സൈനി മന്ത്രിസഭ വന്ന സമയത്ത് പോലും അവിടെ ഒരു വിശ്വാസ വോട്ടെടുപ്പ് നടന്നിരുന്നു. അവിടെ
വിപ്പ് നൽകിയാണ് JJP MLA ആരും തന്നെ വോട്ട് ചെയ്യാതിരുന്നത്. അപ്പോഴും 4 MLA സഭയിലെത്തിയിരുന്നു. ഈ 4 MLA തന്നെ ഇപ്പോൾ BJPക്കൊപ്പം ഉണ്ട്, അവർക്ക് പിന്തുണ അർപ്പിക്കുന്നു എന്നുള്ളൊരു അവകാശവാദമാണ് BJP ഉന്നയിക്കുന്നത്. ഇങ്ങനെ വലിയ രാഷ്ട്രീയ നീക്കങ്ങളൊക്കെ നടക്കുമ്പോൾ ഉത്തരേന്ത്യയിൽ പ്രധാനമായും കോൺഗ്രസ് കണ്ണുവയ്ക്കുന്ന രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഹരിയാനയും പഞ്ചാബും ഡൽഹിയും, ഈ മേഖലയിൽ ഏതെങ്കിലും തരത്തിൽ ഇളക്കം ഈ രാഷ്ട്രീയ നീക്കങ്ങൾ കൊണ്ടുണ്ടാകുമോ? ഹരിയാനയിലെ സമീപകാലത്ത് മുഖ്യമന്ത്രിയെ ഘട്ടനെ മാറ്റി സിംഗ് സൈനിയെ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തിച്ചതുപോലും അവിടെ ചില പ്രതിസന്ധികളുണ്ട് എന്നതിൻ്റെ സൂചനയായി പുറത്തു വന്നിരുന്നല്ലോ BJP സംബന്ധിച്ച്. ഈ കർഷക സമരം അടക്കം ഏതെങ്കിലും തരത്തിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന വിലയിരുത്തൽ BJPക്കുണ്ടോ? വലിയ രീതിയിൽ കർഷക സമരം അടക്കമുള്ള കാര്യങ്ങൾ അവിടെ ചർച്ചയാവും. അത് BJPക്ക് ഒരു തിരിച്ചടി തന്നെയാണ്. കാരണം നേരത്തെ ഇപ്പോൾ രജപുത്ര വിരുദ്ധ വികാരം അല്ലെങ്കിൽ വിരുദ്ധ പരാമർശം ഹരിയാനയ്ക്കൊപ്പം തന്നെ ഗുജറാത്തിലും അതുപോലെ രാജസ്ഥാനിലും BJPക്ക് പ്രതികൂലമായി ബാധിച്ച ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ചും ആദ്യ 2 ഘട്ടങ്ങളിലായിരുന്നു രാജസ്ഥാനിൽ തിരഞ്ഞെടുപ്പ്. അവിടെ വലിയ രീതിയിൽ രജപുത്ര വോട്ടുകൾ ഇന്ത്യ സഖ്യത്തിനൊപ്പം അല്ലെങ്കിൽ കോൺഗ്രസിനൊപ്പം പോയി എന്നുള്ളതാണ് പ്രത്യേകിച്ചും ഈ വോട്ടർ ശതമാനത്തിലെ ഇടിവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. അത് തന്നെ ഗുജറാത്തിലും ആവർത്തിക്കപ്പെടുമെന്നുള്ളൊരു ഭയം BJPക്കുണ്ട്. പിന്നെ പഞ്ചാബിൽ BJPക്ക് വലിയ രീതിയിലുള്ള പ്രതീക്ഷയില്ല. ഹരിയാനയിലെ 10 സീറ്റിൽ തന്നെയാണ് BJPക്ക് ഉത്തർപ്രദേശ് കഴിഞ്ഞാൽ പിന്നെ ഒരു കണ്ണുള്ളത്. അത് നിലനിർത്താൻ വേണ്ടി അവർ എല്ലാ ജോലി അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷേ അവിടെയാണ് ഇത്തരത്തിൽ ജാട്ട് വോട്ടുകളടക്കം ഈ കർഷക സമരവും അതുപോലെ തന്നെ ഗുസ്തി താരങ്ങളുടെ സമരവും എല്ലാം BJPക്ക് ഒരു തലവേദനയാകുന്നത്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിൽ ഇപ്പോൾ നാളെ ഗവർണറെ കണ്ട് വിശ്വാസ വോട്ടെടുപ്പിനുള്ള സമയം നൽകുക അല്ലെങ്കിൽ വിശ്വാസ വോട്ടിന് വേണ്ടി സഭ വിളിച്ച് ചേർക്കുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് വീണ്ടും വലിയ രീതിയിലുള്ള ചർച്ചയാകും. 25-ാം തീയതിക്ക് ഇനിയും നാളുകൾ ഒരുപാട് കിടക്കുകയാണ്. ഡൽഹിയിലും ഹരിയാനയിലും ഒരേ ദിവസം തന്നെയാണ് തിരഞ്ഞെടുപ്പ്. അതിനോടകം തന്നെ ഈ ഹരിയാനയിലെ വിഷയം വലിയ രീതിയിലുള്ള ചർച്ചയാവും. അത് പ്രതികൂലമായി ബാധിക്കുക BJPക്ക് തന്നെയാണ്. അവിടെ നേട്ടം കൊയ്യാനായിട്ട് പ്രത്യേകിച്ചും ഹിന്ദി ഹൃദയഭൂമിയിൽ നേട്ടം കൊയ്യാനായിട്ട് ഇന്ത്യ സഖ്യത്തിന് സാധിക്കും എന്നുള്ളതാണ് ഈ ഹരിയാന സംസ്ഥാന രാഷ്ട്രീയത്തിലെ ഒരു സംഭവ വികാസങ്ങൾ കൊണ്ട് ഇപ്പോൾ കരുതപ്പെടുന്നത്. രാജസ്ഥാനിലെ പ്രധാനമന്ത്രിയുടെ പ്രസംഗം ഉൾപ്പെടെ ചർച്ചയായിരുന്നല്ലോ. ഈ ഹരിയാനയിലെ മുഖ്യമന്ത്രി പദം മാറ്റത്തിന് ശേഷം രാജസ്ഥാനിലെ പ്രസംഗങ്ങൾ ഇപ്പം പ്രകോപനപരമായ പ്രസംഗങ്ങളിലേക്ക്, വിഷയങ്ങളിലേക്ക് BJP നീങ്ങുന്നു. അതിൻ്റെ സൂചനകൾ ചിലതാണ്. ചില തിരിച്ചടികൾ ചിലയിടത്തുണ്ടായേക്കാം എന്ന വിലയിരുത്തലിൻ്റെ പശ്ചാത്തലത്തിലാണ് അത്തരം കടുത്ത നീക്കങ്ങളിലേക്ക് പോകുന്നത് എന്ന വിലയിരുത്തലുണ്ടായിരുന്നല്ലോ. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് 3-ാം ഘട്ടവും കടക്കുമ്പോൾ BJP ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് നൽകുന്ന വിവരങ്ങൾ എന്താണ്? നേരത്തെ ഉണ്ടായിരുന്ന ആത്മവിശ്വാസം അവർ പ്രകടിപ്പിക്കുന്നുണ്ടോ? രതീഷ്, ആദ്യത്തെ കാര്യം മുതൽ പരിശോധിച്ച് വരികയാണെങ്കിൽ 400 എന്നുള്ളൊരു മാജിക്കൽ മാർക്കായിരുന്നു BJPയുടെ പ്രതീക്ഷയുണ്ടായിരുന്നത്. പക്ഷേ ആദ്യ 3 ഘട്ടങ്ങൾ കഴിയും തോറും ഇലക്ഷൻ കമ്മീഷൻ പ്രതീക്ഷയോ അല്ലെങ്കിൽ BJP പ്രതീക്ഷിച്ചോ രീതിയിലുള്ളൊരു പ്രതിഫലമല്ല വോട്ടേഴ്സ് ടേൺഔട്ടിൽ നിന്നും വോട്ടിംഗ് ശതമാനത്തിൽ നിന്നും ലഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിനെക്കാട്ടിലും വലിയ രീതിയിൽ 4-5% ഇടിവുണ്ടായിട്ടുണ്ട്. അവർ പ്രതീക്ഷിച്ച പല വോട്ടുകളും പോൾ ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. ആദ്യ 2 ഘട്ടങ്ങളിലെ വോട്ടിംഗ് ശതമാനം എന്ന് പറയുന്നത് 66% മുകളിലായിരുന്നു. പക്ഷേ BJPയുടെ ശക്തി കേന്ദ്രങ്ങളിലേക്ക് വന്ന സമയത്ത് 3-ാമത്തെ ഘട്ടത്തിൽ പോലും അത് 61-62% ചുരുങ്ങിപ്പോകുന്നു. കഴിഞ്ഞ തവണ 69 ഉണ്ടായിരുന്നതാണ് ഏകദേശം 7% ചുരുങ്ങി എത്തുന്നത്. അവരുടെ ആ ഒരു മാജിക്കൽ നമ്പർ BJPക്ക് 370 എന്നുള്ള നമ്പർ എത്താൻ സാധിക്കാൻ അല്ലെങ്കിൽ എത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും BJPയുടെ പക്കൽ നിന്നും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ക്യാമ്പയിനിങ് അതുപോലെ തന്നെ വിവാദ പരാമർശങ്ങൾ ഉണ്ടാക്കി ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യമാണ് പ്രതിപക്ഷത്തിൻ്റെ ആരോപണമായി നേരത്തെ ഉയർന്നതും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നതും. ആ രീതിയിൽ പക്ഷേ കാര്യങ്ങളെല്ലാം തന്നെ ഉത്തരേന്ത്യയിൽ ഈ വോട്ടേഴ്സ് ടേൺഔട്ടിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ വോട്ടിംഗ് ശതമാനത്തിൽ ഉണ്ടാകുന്ന ഇടിവടക്കം കോൺഗ്രസിന് ഗുണകരമാകുന്നു എന്നുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ തന്നെയാണ് ഈ സാം പിത്രോഡ അടക്കമുള്ളവരുടെ പരാമർശങ്ങൾ കോൺഗ്രസിന് വിനയായിത്തീരുന്നതും. പ്രത്യേകിച്ചും ഈ കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ ആദ്യഘട്ടം അല്ലെങ്കിൽ ആദ്യ 2 ഘട്ടത്തെ വോട്ടിംഗ് ശതമാനത്തിലൂടെ കോൺഗ്രസിനോ ഇന്ത്യ സഖ്യത്തിനോ ഒരു മേൽക്കൈയുണ്ട് എന്നുള്ള കാര്യങ്ങൾ റിപ്പോർട്ടുകൾ പലയിടത്തും പടർന്നിരുന്നു. പിന്നാലെ തന്നെ സാം പിത്രോയുടെ ഇത്തരത്തിലൊരു വലിയൊരു പരാമർശം അത് ദക്ഷിണേന്ത്യ ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ കോൺഗ്രസിന് തിരിച്ചടിയാവുന്നു. അതിൽ നിന്നും അവർ മുന്നോട്ട് വരികയാണ്. പ്രത്യേകിച്ചും ഇനി 4 ഘട്ടങ്ങളിലായിട്ട് തിരഞ്ഞെടുപ്പ് ബാക്കിയുണ്ട്. അതിൽ പലതും BJPയുടെ ശക്തി കേന്ദ്രങ്ങളാണ്. അവിടെയും അവർക്ക് തലവേദനയാകുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന് കർഷക സമരവും മറ്റൊന്ന് ഗുസ്തി താരങ്ങളുടെ സമരവും.